നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് രാഷ്ട്രീയപരമായി വിമർശിക്കാനുള്ളൊരു സന്ദർഭമാക്കി കോൺഗ്രസും അത്തരത്തിൽ CPM ഒക്കെ തന്നെ കാണാറുണ്ട്. അത് നരേന്ദ്രമോദിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കമാണ് എന്നൊക്കെയാണ് പറയാറുള്ളത്. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം വന്നൊരു കണക്കാണ്. നമ്മുടെ രാജ്യം സമ്പദ് വ്യവസ്ഥയിൽ ജപ്പാനെ മറികടന്നിരിക്കുകയാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഒന്നാം സ്ഥാനത്തുള്ളത് നമുക്കറിയാം അമേരിക്കയാണ്. അമേരിക്ക വലിയൊരു സാമ്പത്തിക ശക്തി തന്നെയാണ് ലോകത്ത്. ആ ഒരു ഘട്ടത്തിൽ ഇപ്പോഴും അമേരിക്ക തന്നെയാണ് സാമ്പത്തിക ശക്തിയായി ലോകത്ത് നിലനിൽക്കുന്നത്. 30.51 ലക്ഷം കോടി ഡോളറിൻ്റെ ആസ്തിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സമ്പത്താണ് അവരുടെ കണക്ക് പ്രകാരം അവർക്ക് ഇപ്പോൾ ഉള്ളത്. രണ്ടാം സ്ഥാനം ചൈനയാണ്. 19.23 ലക്ഷം കോടി ഡോളറാണ് ചൈനയുടെ സാമ്പത്തിക നില, അല്ലെങ്കിൽ അത്തരത്തിൽ സാമ്പത്തിക വ്യവസ്ഥയിൽ അവർക്കുള്ള ഒരു പങ്ക് എന്നുള്ളത്. മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ GDP, നമ്മുടെ രാജ്യത്തിൻ്റെ GDP വരുന്നത് 4.18 ലക്ഷം, അതായത് 4.187 ലക്ഷം കോടി US ഡോളറാണ്. അതായത് ജപ്പാനിനുള്ളത് 4.186 ലക്ഷം കോടി ഡോളറാണ്. അപ്പോൾ ജപ്പാനെ മറികടന്നുകൊണ്ട് നമ്മുടെ രാജ്യം ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ മുന്നോട്ട് വരുന്നൊരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നടന്ന നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ടൊരു യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ കേരളത്തിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പങ്കെടുക്കാതിരുന്നതും വലിയ വാർത്തയായിട്ടുണ്ട്. അതോടൊപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കം ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ നീതി ആയോഗിൻ്റെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ നീതി ആയോഗിൻ്റെ യോഗത്തിലാണ് ഇത്തരത്തിൽ നമ്മൾ ജപ്പാനെ മറികടന്നുവെന്ന വളരെ സന്തോഷം നൽകുന്ന കണക്കുകൾ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, ഇത് IMFൻ്റെ കൂടി അവരുടെ കൂടി ഒരു വിശകലനം കൂടിയാണ് ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ വരുന്നതിന് പിന്നിലുള്ളത്. എന്തായാലും ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ, നമ്മുടെ രാജ്യം മുന്നേറുന്ന കാഴ്ച, സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് കുതിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്കറിയാം. സൈനിക ശേഷിയുടെ കാര്യത്തിൽ നമ്മുടെ ശക്തി എന്താണെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോക രാജ്യങ്ങൾ അറിഞ്ഞു. അതിൻ്റെ ചൂട് പാകിസ്ഥാൻ ഇപ്പോഴും ആ ഒരു ചൂടിൽ നിന്നും മുക്തരായിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം വലിയ വികസനത്തിൻ്റെ പാതയിലാണ് എല്ലാ അർത്ഥത്തിലും. അത് നമുക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അഭിമാനിക്കാൻ ഓരോ ഇന്ത്യക്കാരനും പറ്റുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്.